നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. തമിഴ്നാട്ടിൽ കടന്ന് കേരള മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നു എന്നുള്ളതാണ് പരാതി. ട്രേഡേഴ്സ് അവിഹിത മാർഗത്തിൽ ഒന്നും ചെയ്യുന്നില്ല. പരാതി കേരള മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഇവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം. ഞാനൊരു പാവാ, എന്നെ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുത്. ഈ റോഡിന് ഇരുവശവും തമിഴ്നാടായിട്ടും പെറ്റിയടിച്ച് ഉപദ്രവിക്കുന്നുവെന്നാണ് ഇപ്പോഴുയരുന്ന പരാതി. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ പളുകൽ കയറ്റത്തിൽ വെച്ച് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മിഥുന്റെ ചിത്രമെടുത്തു. എന്താണ് സാർ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? വിവിധ വകുപ്പുകളിലായി 6000 രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയത്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. 6000 ரூபா போட்டிருக்காங்க. தமிழ்நாடு வண்டி தமிழ்நாட்டில் வச்சு தான் அடிச்சுக்காங்க. തമിഴ്നാട് പ്രദേശത്ത് കടന്ന് ചിത്രങ്ങളെടുത്ത് പിഴയിടാക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. എനിക്ക് 1 മാസം സമയം തരണം, അപ്പോഴേക്ക് ഞാൻ നിങ്ങളുടെ കാര്യം എന്നേക്കുമായി ശരിപ്പെടുത്തി തരാം. തമിഴ്നാട്ടിൽ പിന്നിൽ യാത്ര ചെയ്യുന്നവർക്ക് ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ കർശനമായി പിഴ ഈടാക്കാറില്ല. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അതിർത്തി കടന്ന് എന്തിന് പിഴ ഈടാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? തുടർച്ചയായി ആവർത്തിക്കുന്നതിനാൽ കേരള മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും പരാതി നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. എല്ലാരും വിളിച്ചു. പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് പാറശാല മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. കേരള മോട്ടോർ വാഹന വകുപ്പ് പെറ്റി തികയ്ക്കാൻ തമിഴ്നാട് അതിർത്തിയിൽ കയറി പെറ്റിയടിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഞാനൊരു വലിയ സംഭവം അല്ലേ? ആക്ഷേപം ചെറുതല്ല. വിഷയം പരാതിയായി തന്നെ സർക്കാരിന്റെ മുൻപിലെത്തും. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുപോകുന്നു വിചാരിക്കണ്ട. മനസ്സിലായില്ലേ? നീങ്ങയാര്? ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രികെ പുലിയാട്ടോ പാത്രികെ ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.